എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടിലെ ഏറ്റവും പുതിയ മാളായ ലുലു മാളിലാണ് കേട്ടോ. അതായത് നമ്മുടെ കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, പിന്നെ അടുത്തത് ഏറ്റവും സൂപ്പറായിട്ടുള്ള മാൾ ഇതാ കോഴിക്കോടിലുള്ളത്. അപ്പോൾ കോഴിക്കോടിലെ മാളിൻ്റെ പുതിയ വിശേഷങ്ങളാണ്. ഇന്നലെയാണ് മെയിനായിട്ട് ഉദ്ഘാടനം. ഇന്ന് 11 മണിക്കാണ് ആളുകൾക്ക് തുറന്നു കൊടുക്കുന്നത് കേട്ടോ. രാവിലെ 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം എല്ലാവരും രേഖപ്പെടുത്തുക കേട്ടോ. കോഴിക്കോടിലെ ഏറ്റവും പുതിയ മാളായ ലുലു മാളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര സ്ക്വയർ ഫീറ്റിലാണ് ഈ മാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 1800 കാറുകൾക്ക് വളരെ സ്മൂത്തായിട്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ആണല്ലോ ഒരു വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ എടുത്ത് വന്നാൽ വളരെ സ്മൂത്തായിട്ട് പാർക്കിംഗ് കിട്ടുന്നത് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. രാവിലെ ഏകദേശം 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ തീരെ കുറവായിരുന്നു എന്ന് തന്നെ പറയാം. ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റർ ചെയ്ത സമയത്ത് ആദ്യം തന്നെ കാണുന്നത് ഇമാജിൻ്റെ ഒരു ഷോപ്പാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് സ്റ്റാർബക്സിൻ്റെ ഒരു വലിയ ഷോപ്പുണ്ട്. അവിടെയാണ് എൻട്രൻസിൽ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ ഒക്കെ ഫലമൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും. അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് സ്കെച്ചസിൻ്റെ ഒരു വലിയ ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കെച്ചസിൽ ഞാൻ കയറിയ സമയത്ത് ഞാൻ അവരോട് പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിൻ്റെ ഓഫേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓണം ഓഫേഴ്സായിട്ടൊന്നും വന്നിട്ടില്ല. അവർ പറയുന്നത് നോർമലായിട്ടുള്ള ഓപ്പണിംഗ് ഓഫേഴ്സാണ് സ്കെച്ചസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്കെച്ചസിൻ്റേതായിട്ടുള്ള വെബ്സൈറ്റിലെ ഓഫേഴ്സ് ഉണ്ട്, അതുകൂടി ഇവിടെ അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സ്കെച്ചസ് ഷോപ്പിൽ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. മെയിനായിട്ട് ഇതിൽ സെക്ഷനിൽ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെയാണുള്ളത്. നോർമലി എല്ലാവരും പറയുന്നത് 3 ഫ്ലോറുകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ 3 ഫ്ലോറുകൾ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നിൽ തന്നെ ആയിട്ട് ലുലു മാളിൻ്റെ ഒരു ഫോട്ടോ നമുക്കിപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ലുലു കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അതൊക്കെ ഒരു നല്ല അനുഭവം തന്നെയായിട്ട് തോന്നി. ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾ ഈ കാണുന്നത് ലൂയിസ് ഫിലിപ്പിൻ്റെയും പിന്നെ അലൻസോളിൻ്റെ ഒക്കെ ഒരു അടിപൊളി ബ്രാൻഡഡ് കളക്ഷൻ തന്നെയുണ്ട്. അലൻസോളിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്രൈസ് തന്നെയാണ്. വലിയ കൂടുതലായിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ഓണത്തിൻ്റെ ഓഫേഴ്സ് അവർ ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓപ്പണിംഗ് ഓഫേഴ്സ് തന്നെയാണുള്ളത്. അപ്പോൾ ലുലുവിൻ്റെ എല്ലാ മാളുകളിലും ഉള്ളതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനായിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല ക്രൗഡാണ്. ആളുകളൊക്കെ കൂടിയിരിക്കുന്നുണ്ട്. അത്യാവശ്യം പോലീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ടാണ് ആളുകളൊക്കെ ഇത്ര കൂടിയിരിക്കുന്നത്. ലിഫ്റ്റിന് വേണ്ടിയുള്ള ക്യൂ ആണ് കേട്ടോ. ക്യൂ എന്ന് പറയുമ്പോൾ ഫുള്ള് ക്രൗഡ് തന്നെയാണ്. ആളുകൾ കുറച്ചായിട്ടാണ് ലിഫ്റ്റിലേക്ക് മേലോട്ട് കയറുന്നത്. അപ്പോൾ എക്സലേറ്റർ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഫുള്ള് ലിഫ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഫുള്ള് തിരക്ക് തന്നെയാണ് കേട്ടോ. ആളുകൾ കയറാനായിട്ട് തട്ടിമുട്ടി ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് പേരുണ്ട് കയറാനായിട്ട് തന്നെ. അപ്പോൾ ഞാനും എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുൾ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. അങ്ങനെ ലിഫ്റ്റിലുള്ള കയറിയ സമയത്തുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഫുള്ള് സ്റ്റക്കായിട്ടുള്ളത്. അപ്പോൾ ആളുകൾ ഈ പറയുന്നുണ്ട് മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഓവർ വെയിറ്റ് കാരണം മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആളുകളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഇറങ്ങണം, പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെയുള്ള 2-3 പേര് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഫൈനലി നമ്മൾ മേലെ എത്തി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെ എന്തൊക്കെ ഓഫറുകളും എന്തൊക്കെയുള്ളതെന്നൊക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയൊക്കെയുള്ളതെന്ന് വെച്ചാൽ ലുലു കണക്ട്, ലുലു ഫാഷൻ, പിന്നെ ഹൈപ്പർ മാർക്കറ്റ്. ഈ 3 സാധനങ്ങളിലാണ് ലുലു ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്യുന്ന സമയത്തിന് ആദ്യം തന്നെ കാണുന്നത് ഒരുപാട് ബ്രാൻഡഡ് കളക്ഷൻസാണ്. വാച്ചിൻ്റെ തന്നെ ഒരു കമനീയ ശേഖരം തന്നെയുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആളുകൾ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഏകദേശം 199 രൂപയാണ് ഇവിടെ ചാർജസ്. ഓരോ ഡ്രസ്സിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 199 രൂപയാണ്. കിഡ്സിൻ്റെ ഒക്കെ സെക്ഷൻ നിങ്ങൾ മെയിനായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ കിഡ്സിൻ്റെ സെക്ഷൻ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിഡ്സ്, പിന്നെ ബോയ്സിൻ്റേത്, പിന്നെ ലേഡീസ് സെക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ടാണ്. പിന്നെ കുറച്ച് ഉള്ളോട്ടേക്ക് കയറി കഴിഞ്ഞാലാണ് നമ്മുടെ മെൻ സെക്ഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം മിക്സാണ്. ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും കയറി കഴിഞ്ഞാൽ. ലേഡീസിൻ്റെ ബാഗ്സ് കാര്യങ്ങളൊക്കെ ഇത് ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ പ്രൈസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു മീഡിയം പ്രൈസ് റേഞ്ചാണ് എല്ലാത്തിനും കാണിക്കുന്നത്. പിന്നെ എല്ലാം നല്ല ഹൈ ബ്രാൻഡഡ് ആണ് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ളത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാം അടിപൊളിയാണ്. ക്ലോത്തിങ് സെക്ഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. ആളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഒരു അതിശയത്തോടു കൂടി നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമ്മളറിയില്ല. ചിലപ്പോൾ കയ്യിൽ ക്യാമറ ഒക്കെ പിടിച്ച് നടക്കുന്നുണ്ടായിരിക്കും. ഇവൻ രാവിലെ തന്നെ ഇവിടെ ഒരു പണിയില്ലാതെ ഇതും പിടിച്ച് നിൽക്കുന്നതെന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്.
വുമൺ സെക്ഷൻ ഇവിടെ ഓഫേഴ്സ് ഉണ്ട്. ബൈ 1 ഗെറ്റ് 20%, ബൈ 2 ഗെറ്റ് 30% എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഓഫേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫേഴ്സിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇനി അങ്ങോട്ടേക്ക് വരുന്നത് ഓണം ഓഫേഴ്സിൻ്റെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇതിനെക്കാട്ടും നല്ല ഓഫേഴ്സ് ആയിരിക്കും ഉണ്ടാവും. ഇന്നിത് തുറന്നതിൻ്റെ ഒരു ഓഫേഴ്സാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഓപ്പണിംഗ് ഓഫർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം 999 അടിപൊളി ഷൂസൊക്കെ ഉണ്ട്. നോർമലി ഇപ്പോൾ ഉള്ള ജെൻസിനും ലേഡീസിനും ഗേൾസിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട്, അതായത് ഡെയിലി യൂസിന് പറ്റിയ ഒരുപാട് ഷൂസുകളൊക്കെ ഉണ്ട് കേട്ടോ. 799. പിന്നെ ഇവിടെ നോക്കിയ സമയത്ത് എത്രയാണ് 999, അതായത് 1000 രൂപയുടെ ഉള്ളിലുള്ള അടിപൊളി ഷൂസുകളൊക്കെ ഉണ്ട്. അതായത് അത് ഹെവി ബ്രാൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് എല്ലാം ഉള്ളത്. പിന്നെ മെയിനായിട്ടുള്ള സ്നീക്കേഴ്സ് ഉണ്ട്, സ്പോർട്സ് ഷൂ ഉണ്ട്. സ്പോർട്സ് ഷൂ ഒക്കെ എന്ന് വെച്ചാൽ 999 തന്നെയാണ് വരുന്നത്. അതും അടിപൊളി തന്നെയാണ് കേട്ടോ. എന്താ സ്കെച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു എന്താ പറയേണ്ട സബ് ബ്രാൻഡ് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുട്ടികളുടെ സ്പോർട്സ് ഐറ്റം എന്താ ചെറുത് വലുത് എന്നൊന്നും പറയില്ല, എല്ലാവരുടെയും സ്പോർട്സ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് ലുലു ഫാഷൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ബേസിക്സിൻ്റെയും നോർത്ത് റിപ്പബ്ലിക്കിൻ്റെയൊക്കെ ഔട്ട്ലെറ്റ് ഇവിടെ തന്നെയുണ്ട്. അതായത് നമ്മൾ എൻട്രി ചെയ്ത സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൽ എൻട്രി ചെയ്ത സമയത്ത് വലതുഭാഗത്ത് കോർണറിലാണ് ലുലു കണക്റ്റ് വരുന്നത്. അപ്പോൾ ലുലു കണക്റ്റിലേക്ക് പോകാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് നടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഷോപ്സുകൾ ചെറിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ലുലു കണക്റ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസ് ചെയ്യാൻ ലുലു കണക്റ്റിലേക്ക് ഇവിടെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു ക്ലിയർ ആയിട്ട് അബദ്ധം പറ്റിയത്. കാരണം ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ലുലു കണക്റ്റിലേക്ക് നമുക്ക് കയറേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രൻസിലല്ല, ലാസ്റ്റ് എൻഡ് പോയിൻറ്റിൽ ഇവിടെ ബാത്റൂമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ലുലു കണക്റ്റിലേക്ക് കയറാനായിട്ട് ഉള്ളിലേക്ക് ഫാഷൻ സ്റ്റോറിലേക്ക് കയറി. അവിടെ നിന്നാണ് ലുലു കണക്റ്റിൽ എത്തിയിട്ടുള്ളത്. ലുലു കണക്റ്റിൽ എത്തിയ സമയത്ത് ആദ്യം തന്നെ കാണുന്നത് സാംസങ്ങിൻ്റെ ഒക്കെ ഒരുപാട് മൊബൈലൊക്കെയാണ് കേട്ടോ. ഒരുപാട് മോഡൽസൊക്കെ ഇവിടെ ഉണ്ട്, ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റൊക്കെ ഉണ്ട്. പിന്നെ 24 ഉണ്ട്. 24 അതായത് പ്രീമിയം മോഡൽസ് ആയിക്കഴിഞ്ഞാലും സാധാ മോഡൽസ് ആയിക്കഴിഞ്ഞാലും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈസൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം എനിക്ക് നോർമൽ പ്രൈസ് ആയിട്ടാണ് തോന്നിയത്. വലിയ ഓഫേഴ്സൊന്നും തോന്നിയിട്ടില്ല. നോർമലി സാംസങ് കൊടുക്കുന്ന ഓഫർ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സ്പെഷ്യലായിട്ടുള്ള ഒരു ഓഫറും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നോക്കുന്ന നോർമലി എല്ലാ സ്ഥലത്തുമുള്ള പ്രൈസ് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അന്വേഷിച്ച് നോക്കിയ സമയത്ത് സ്പെഷ്യൽ ഓഫറായിട്ടൊന്നും ഇന്ന് വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. നോർമലി ഇവിടെ ലുലുവിൽ എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന സെയിം ഓഫർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത് വെച്ചാൽ. ഞാനിപ്പോൾ ഒന്ന് ഐഫോണിൻ്റെ പ്രൈസൊക്കെ ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം 15 ഇപ്പോൾ 16 വരുന്നുണ്ടല്ലോ. ഇന്ന് തന്നെയാണ് 16 ലോഞ്ച് എന്ന് കേട്ടിരുന്നു. അപ്പോൾ 15 എന്തെങ്കിലും ഡ്രോപ്പ് ഉണ്ടാവുമൊന്നും അറിയില്ല. അതുകൊണ്ടായിരുന്നു ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. നോക്കുമ്പോൾ നോർമലി അതേ പ്രൈസ് തന്നെയാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും 15 Pro Maxൻ്റെയും 15 Proൻ്റെയും ഒക്കെ എത്രയാണ് പ്രൈസ് ചാർജ് അവിടെ വരുന്നതെന്ന് കൃത്യമായിട്ട് അവിടെ ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡ്രോപ്പൊന്നും ഇല്ല പ്രൈസിൽ. സെയിം പ്രൈസ് തന്നെയാണ്. പുറത്തുള്ള ഒരു പ്രൈസ്, അതായത് 70,000 സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് 15ൻ്റെ. അപ്പോൾ അതേ പ്രൈസ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ലാപ്ടോപ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നോർമൽ പ്രൈസ് തന്നെയാണ്. വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓഫേഴ്സ് തന്നെ നോർമലി ഓഫർ, അതായത് എല്ലാവരുടെയും കിട്ടുന്ന ലുലുവിലൊക്കെ നോർമലി കിട്ടുന്ന അതേ സെയിം ഓഫർ തന്നെയാണ്. ഓപ്പണിംഗ് ഓഫറായിട്ട് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് ഒരിതുണ്ടായിരുന്നു. കാരണം ഓപ്പണിംഗ് ഓഫേഴ്സ് സമയത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഓപ്പണിംഗ് ഓഫേഴ്സായിട്ട് എനിക്ക് വലിയൊരു ഇത് തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടെ നോർമലായിട്ട് ലുലുവിൽ കിട്ടുന്ന അതേ ഓഫർ റേറ്റിലാണ് ഇവിടെ ഇപ്പോൾ എല്ലാം കാണുന്നത്. പ്രൈസ് റേറ്റൊക്കെ കാണുന്നത്. കണക്ഷൻ, അതായത് ഇലക്ട്രോണിക് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് പിള്ളേർ പറയുന്നതായിരുന്നു കേട്ടോ PS4 PS5 ഒക്കെ എന്നുള്ളത്. PS4 കുറച്ച് പഴയതാണ്. PS5 ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഉള്ള ന്യൂ മോഡൽ. അപ്പോൾ PS5ൻ്റെ ഇവിടെ ചാർജ് വരുന്ന എത്രയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. PS5ലെ പ്രൈസ് റേറ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല പ്രൈസ് ആയിട്ട് തന്നെയാണ് പാർട്ടി വെയർ സ്പീക്കേഴ്സൊക്കെ ഒടുക്കത്തെ ഫീൽ തന്നെയാണ് കേട്ടോ. ഒരു ചാൻസും ഇല്ല. നിങ്ങളിപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സൗണ്ട് തന്നെയാണ് കേട്ടോ. പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൈസ് തന്നെയാണ് കേട്ടോ. ഈ പ്രൈസിനൊക്കെ എന്ന് വെച്ചാൽ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ JBL സിസ്റ്റമൊക്കെ ഇത്ര ചീപ്പായിട്ട് പ്രൈസിൽ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ സംഭവം അടിപൊളിയായിരുന്നു. സോണിയുടെ ആയിക്കഴിഞ്ഞാലും JBLൻ്റെ ആയിക്കഴിഞ്ഞാലും എല്ലാം വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. സൗണ്ട് ബോറൊക്കെ അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഞാൻ ഈ പറയുന്നതിനെക്കാട്ടും ബെറ്ററായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ചെന്ന് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം പ്രൈസിൽ ഒരുപാട് വ്യത്യാസം വരാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്നാണ് ഇവർ എന്നോട് പറഞ്ഞത്.
ഓഫേഴ്സ്, അതായത് ഇനിയും ഓഫർ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഓപ്പണിംഗ് ഡേ ആണല്ലോ, ഓപ്പണിംഗ് ഡേ ആയിട്ടുള്ള ഒരു ഓഫേഴ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫൈനൽ ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ ചെന്നെത്തിയത് S24 അൾട്രയുടെ മുന്നിലാണ് കേട്ടോ. സംഭവം എത്രയാണ് പ്രൈസ് എന്ന് ചോദിച്ചപ്പോൾ നോർമലി എല്ലാവിടെയും കിട്ടുന്ന അതേ പ്രൈസ് തന്നെയാണ്, വലിയ ഡ്രോപ്പൊന്നും കണ്ടിട്ടില്ല ഇവിടെ. 23 ആണെങ്കിൽ കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്ത സമയത്ത് കുറേ എന്തൊക്കെ അലാറമൊക്കെ അടിച്ചിട്ടുണ്ട്, അവർ നേരെ അത് ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലുലു കണക്റ്റിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോട് അടുക്കുകയാണ് കേട്ടോ. സമയം ഏകദേശം 1 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ മെട്രോയുടെയൊക്കെ ഔട്ട്ലെറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഒട്ടുമിക്ക ഔട്ട്ലെറ്റുകളും, മെയിനായിട്ടുള്ള ഔട്ട്ലെറ്റുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ അടിപൊളി തന്നെയാണ്. ആളുകൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ആളുകൾ കൂടിക്കൂടി വരുന്നത്. രാവിലെ ആയത് കാരണമായിരിക്കും ആളുകൾ ഇത്തിരി കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എസ്ലേറ്റിലൊക്കെ പോകുന്ന തിരക്ക് നല്ലോണം കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരുപാട് ബ്രാൻഡഡ് ഷർട്ട്സിൻ്റെയൊക്കെ കളക്ഷൻ ഇവിടെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. എല്ലാം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. സെക്കൻഡ് ഫ്ലോറിൽ എന്താ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഫുഡ് കോർട്ടാണ് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ളത്. അപ്പോൾ നേരെ ഇനി വിടാൻ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കേട്ടോ. ഫൈനലി ലാസ്റ്റ് ഫ്ലോറായ നോർമലായിട്ട് എല്ലാ മാളിലുള്ള പോലെ തന്നെ ഫുഡ് കോർട്ടൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നേരിട്ട് കണ്ടുപോകാം കേട്ടോ. ഫൈനലി ഞാനിപ്പോൾ എത്തിയത് ഫുഡ് കോർട്ടിലാണ് കേട്ടോ. വവ മൊമോയുടെ ഔട്ട്ലെറ്റാണ് ആദ്യം തന്നെ കാണുന്നത്. തൊട്ടടുത്ത് തന്നെയായിട്ട് KFCയുടെ ഇത് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് പിസയുടെ ഇത് വരുന്നത്. ഏകദേശം 500-ലധികം ആളുകൾക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡ് കോർട്ട് തന്നെയാണ് കേട്ടോ ഇത്. KFCയുടെ ഉള്ളിലും നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, പുറമേയും സൗകര്യങ്ങളുണ്ട്. പുറമേ ഒരുപാട് കസേരകളൊന്നും കണ്ടിട്ടില്ലെങ്കിലും അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് കസേരകൾ അവിടെ കണ്ടിട്ടുണ്ട്. പിസയുടെ മുന്നിലെത്തിയ സമയത്ത് റെഡ് ബലൂണോട് കൂടി അലങ്കരിച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫലൂദ നേഷൻസിൻ്റെയും പിന്നെ അങ്ങനെ പിസ ഹട്ടിൻ്റെയും ഒരുപാട് ചെറിയ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ സൂപ്പർ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് നടന്ന സമയത്താണ് ഞാനിങ്ങനെ കുറേ ആലോചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ബർഗർ കിങ്സിൻ്റെ ഒന്നും ഒരു ഔട്ട്ലെറ്റോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, അതേപോലെ ചിക്കൻസിൻ്റെ കണ്ടിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ചിക്കൻസിൻ്റെ ഈ കോർണറിലായിട്ടാണ് വരുന്നത് കേട്ടോ. അതെന്തായാലും ഒരു അടിപൊളിയായിട്ടാണ് തോന്നി. ഒരു ചെറിയൊരു പോരായ്മ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർബക്സിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ് മുകളിലുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അത് സ്റ്റാർബക്സിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ. അതാണ് ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അതൊരു സൂപ്പർ വ്യൂ തന്നെയാണ്. ഒരു ചെറിയൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ഫ്ലോർ കൂടി അധികം ഉണ്ടെങ്കിൽ ഈ വ്യൂ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. നിങ്ങളിപ്പോൾ നോക്കിയാൽ അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഇതൊരു 2 ഫ്ലോർ കൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യൂ എന്ന് വെച്ചാൽ വേറെ ലെവലിലേക്ക് പോയിരുന്നു. ഫൈനലി നമ്മൾ എത്തിയത് ഫൺടൂരിയയിലാണ് കേട്ടോ. ഇതും സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് വരുന്നത്. ഫുഡ് കോർട്ടിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഫൺടൂരിയം വരുന്നത്. അപ്പോൾ കൊച്ചി ഫണ്ടൂരിയെ പറ്റിയുള്ളൊരു സൂപ്പർ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട്. അതായത് ഓരോന്നിൻ്റെയും പ്രൈസ് എടുത്തു പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു കൊച്ചി ഫണ്ടൂരിയുടേത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് കിട്ടും, അതൊരു കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കയറുന്ന സമയം ആദ്യം തന്നെ കാണുന്നത് ഇതാണ് കേട്ടോ. കുട്ടികൾക്കായിട്ടുള്ള ഒരു സോഫ്റ്റ് പ്ലേ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഏകദേശം ഇവിടെ പ്രൈസ് വരുന്നത് എൻട്രി ഫീ പെർ പേഴ്സൺ 125 റുപ്പീസാണ്. മെയിനായിട്ട് നമുക്കിപ്പോൾ പോകേണ്ടത് ഇതിൻ്റെ റിസപ്ഷനിലാണ് കേട്ടോ. അതായത് കൗണ്ടർ സെക്ഷനിൽ ടിക്കറ്റിൻ്റെ ചാർജൊക്കെ, അതായത് നമ്മൾ ഇതിൻ്റെ ചാർജൊക്കെ എത്രയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് സൈഡിലായിട്ടാണ്, അതായത് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സൈഡിലായിട്ടാണ് ഇവിടെ ഇതിൻ്റെ റിസപ്ഷൻ കാണുന്നത്. ഇവിടെയാണ് എൻട്രി ചാർജുകൾ. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, എൻട്രി ചാർജസൊക്കെ എത്രയാണ്, കമ്പയർ ചെയ്യുക ബാക്കിയുള്ള മാളിലെ എത്രയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി സംഭവം തന്നെയാണ്. കൊച്ചിയിലുള്ളത് വെച്ച് കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം കൊച്ചിയിലെ ഒരു വലിയ ലെവൽ തന്നെയാണ് ഫണ്ടൂർ കേട്ടോ. ഒരു വേറെ തന്നെ സംഭവമാണ്, ഒരുപാട് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികൾക്കായിട്ടുള്ള, അതായത് ചെറിയ കുട്ടികൾക്കായിട്ടുള്ള അത്യാവശ്യം നല്ല റൈഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. എല്ലാ റൈഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്, അതായത് ഞാൻ സൂം ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കഴിഞ്ഞാലും ഓരോന്നിൻ്റെയും ചാർജസ് എത്രയാണ് വരുന്നതെന്ന്. 100 രൂപയാണ് ഇതിൻ്റെ ചാർജസ് ഏകദേശം വരുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഫണ്ടൂരിയുടെ വിശേഷങ്ങൾ. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഏകദേശം ഒരു ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചെന്ന സമയത്ത് കുട്ടികൾ വീഡിയോ ഗെയിം സെക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഉച്ച സമയം ഒരു 3 മണി സമയമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം കിട്ടും. രാവിലെ വരുന്ന ആളുകളുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമ്മുടെ കയ്യിലുണ്ടാവും. നോർമലായിട്ട് ഞാൻ വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്ക് ശേഷമാണ് നമ്മൾ ആളുകളൊക്കെ പുറത്തേക്ക് നോർമലായിട്ട് വരുന്നത് ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാത്തിൻ്റെയും പ്രൈസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 100 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ കമ്പയർ ടു കൊച്ചി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കൊച്ചിയിലെന്ന് വെച്ചാൽ വേറെ ലെവൽ തന്നെയായിരുന്നു ഫണ്ടൂര. ഇവിടുത്തെ ഒരു ഫണ്ടൂര ചെറിയ കുട്ടികൾക്കാണ് കൂടുതൽ. എനിക്ക് വന്ന് പ്രയോറിറ്റി കൂടുതലായിട്ട് ഇവർ കൊടുത്തത് കുട്ടികൾക്കായതുകൊണ്ടായിരിക്കാം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ കാണുന്നത്. കൊച്ചിയിലെന്ന് വെച്ചാൽ ചെറിയ ആൾക്കാർക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ പ്ലേസ് തന്നെയായിരുന്നു കൊച്ചി ഫണ്ടൂര കേട്ടോ. അപ്പോൾ എന്തായാലും ഫണ്ടൂരിയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ഇതിലൊന്ന് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടാണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നേരെ പോകേണ്ടത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ആളുകൾ കൂടിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞിന്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് കൂടി വരുന്നതാണ് കേട്ടോ. ഇവിടെ പല ആളുകളും ഫോട്ടോ സെഷൻ നടക്കുന്നതാണ് ലുലു കോഴിക്കോടിൻ്റെ. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും. എല്ലാവരും ഒരുപാട് ആളുകൾ ഇവിടെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് പോകേണ്ടത് ലുലു ഹൈപ്പറിലേക്കാണ് കേട്ടോ. ലുലു ഹൈപ്പറിലേക്ക് ഇപ്പോൾ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടി വരികയാണ് കേട്ടോ. ലെവിസിൻ്റെ ലൂയിസ് ഫിലിപ്പിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ് അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങനെ ലാസ്റ്റ് സെക്ഷനായിട്ട് നമ്മളിപ്പോൾ താഴെ എത്തിയിട്ടുള്ളത്. ഇനി പോകുന്നത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് ജസ്റ്റ് കയറി നോക്കാം. പ്രൈസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രയാണ് വരുന്നത്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാഷൻസിൻ്റെ മുന്നിൽ ഞാൻ കയറുന്ന സമയത്ത് ആളുകളൊക്കെ വളരെ കുറവായിരുന്നു എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, രാവിലെ 10:30 ആയിരുന്നു ആ സമയം. 10:30-11 മണിയായിരുന്നു സമയം. ഇപ്പോൾ ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു 12:30 ആയി. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എൻട്രി ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ ബാഗൊക്കെ നമുക്ക് ഇവിടെ സേഫായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ സർവീസാണ്. അപ്പോൾ ബാഗ്സൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് സേഫായിട്ട് ഇവിടെ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളിൽ കയറിയ സമയത്ത് ആദ്യം തന്നെ കാണുന്നത് ഗാലക്സിയുടെ ചോക്ലേറ്റിൻ്റെ പ്രൈസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിയായെന്ന് വെച്ചാൽ ശരിക്കും ഓഫർ ഇപ്പോൾ ഇവിടെയാണ് കാണുന്നത് കേട്ടോ. ഏകദേശം നോർമലി നമ്മൾ ഷോപ്സിലൊക്കെ എന്ന് വെച്ചാൽ 165 രൂപയോ 155 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സാധനം ഏകദേശം 99 രൂപയ്ക്കാണ് ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ കെർലോസ്കറിൻ്റെ മുസ്ലിമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത് വേറൊരു ഷോപ്പിൽ എവിടെയോ ഞാൻ കണ്ടത് 800 സംതിങ് ആയിരുന്നു പ്രൈസ് ഉള്ളത്. അതിന് നേരെ ഡൗൺ ആയി നേരെ 50% ഡൗണിലാണ് അതിൻ്റെ പ്രൈസൊക്കെ വരുന്നത് കേട്ടോ. അതായത് 1 kgയുടെ നോർമലി ഇവിടെ 200 ഗ്രാംസൊക്കെ വാങ്ങുന്നത് തന്നെ നമ്മൾ 200 രൂപയൊക്കെ കൊടുക്കണതിന്. അപ്പോൾ എന്തായാലും അടിപൊളി ഓഫർ തന്നെയാണ്. ഓരോ സാധനത്തിനും നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇതിൽ സത്യം പറഞ്ഞാൽ ലുലു ഹൈപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് സംഭവമൊക്കെ. എല്ലാത്തിനും ഇതോടെ ഫേസിൻ്റെ നമ്മുടെ നിവയുടെ ഐറ്റംസിനൊക്കെ 55% ഓഫർ വരുന്നത്. സംഭവം വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കി. ഇവിടെ ഒരുപാട് ഓഫറാണ്. ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല. കാരണം ഓരോ സാധനങ്ങൾക്കും അത്രയ്ക്ക് വില കുറവാണ്. ഓരോ സാധനത്തിൻ്റെ സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാലും നല്ല ഓഫർ റേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ലുലുവിൽ കയറിയതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനായിട്ട് തോന്നിയാണ് കേട്ടോ ഹൈപ്പർ, നമ്മുടെ ലുലു ഹൈപ്പർ. അതായത് കാരണം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നല്ല ഓഫർ റേറ്റിലാണ് സാധനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുന്ന ഉറപ്പാണ്. ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരണം, അല്ലെങ്കിൽ നമ്മളിവിടെ പെട്ടുപോകും കേട്ടോ. കാരണം ആളുകൾ കൂടി വരികയാണ്. ആളുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ബില്ലടിക്കുന്ന സെക്ഷനിലും അതേപോലെ ഫാസ്റ്റായിട്ടില്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലോക്ക് ആവും. ഡാർക്ക് ഫാൻറ്റസിയുടെ ഒക്കെ എന്ന് വെച്ചാൽ ഓഫർ പ്രൈസ് നടക്കുകയാണ്. ഇതേപോലത്തെ ഓഫറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും നമ്മൾ നോർമലായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ.
ലുലുവിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മെയിൻ സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഈ സെക്ഷനാണ് കേട്ടോ, ദ കിച്ചൺ വെജ് നോൺ വെജ് സെക്ഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ചീപ്പായിട്ട് ഭക്ഷണം കിട്ടുന്ന സ്ഥലം വേറെ എവിടെയില്ല കേട്ടോ. അതും അടിപൊളി ഫുഡ്, ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, സൂപ്പർ ഫുഡ് തന്നെയാണ് കേട്ടോ. കഴിച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും വെച്ചാൽ അടിപൊളി അഭിപ്രായം തന്നെയാണ്. ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിൽ പോയിട്ട് നമ്മൾ ലുലു ഹൈപ്പറിൽ പോയിട്ടുള്ള കിച്ചൺ സെക്ഷനിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു കുറ്റം പറയാൻ നമുക്ക് തീരെ പറ്റില്ല, അത്രയ്ക്ക് സൂപ്പറാണ് അവിടെ ഭക്ഷണം കേട്ടോ. പിന്നെ പ്രൈസിൻ്റെ കാര്യം നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കോംപ്രമൈസാണ് പ്രൈസിൻ്റെ കാര്യമാണെങ്കിലും. കാരണം ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന അത്ര പ്രൈസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. നോർമലായിട്ട് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ പാർസൽ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ കൊണ്ടുപോകാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ കാര്യങ്ങൾ. സംഭവം സെറ്റാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രയാണ് പ്രൈസ് വരുന്നതൊക്കെ. ചിക്കൻ്റെ ഒക്കെ ഐറ്റം ഇത് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. നോൺ വെജ് ആൾക്കാരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി കേട്ടോ. ഒരുപാട് ഐറ്റം ഉണ്ട് നോൺ വെജിൻ്റെ, ഒരു ചാൻസും ഇല്ല. നോക്കി നോക്ക്. മമ്മൂസൊക്കെ എന്ന് വെച്ചാൽ എത്ര പ്രൈസ് നോക്കിയാട്ടെ. പുറമേ നമ്മൾ മമ്മൂസൊക്കെ കഴിക്കണമെങ്കിൽ എത്ര പ്രൈസ് വേണ്ടി വരും, ഇവിടുത്തെ പ്രൈസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം കൊണ്ടും സംഭവം സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ.
ഫൈനലി ഞാൻ ലുലു ഹൈപ്പറിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ആളുകൾ തിക്കി തിരക്കിയിട്ട് വരുന്ന കേട്ടോ ഈ സെക്ഷനിലേക്ക്, അതായത് ലുലു ഹൈപ്പറിലേക്ക് കയറാനായിട്ട് ആളുകൾ കൂടി വരുന്നുണ്ട്. ഉള്ളിലാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സാധനം വാങ്ങിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബില്ല് പേ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. എന്തായാലും അത് വലിയൊരു സംഭവം തന്നെയായിട്ടാണ് തോന്നിയത്. കാരണം ഇനിയും ഇവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബില്ല് പേ ചെയ്യാനായിട്ട് ക്യൂ നിൽക്കേണ്ടി വരും. ആളുകളൊക്കെ കൂടി വരികയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. സമയം ഏകദേശം 1 മണിയായിട്ടാണ് ഉള്ളത്. ഉച്ചയ്ക്ക് 1 മണി. ഇത്ര തിരക്കാണെങ്കിൽ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ള കാരണം ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.